വയനാട് മാനന്തവാടി വെള്ളിയൂർക്കാവിൽ വെള്ളം കയറിയ വീട്ടിൽ നിന്ന് ഉത്തരേന്ത്യൻ കുടുംബത്തെ മാറ്റിയത് JCB ഉപയോഗിച്ച്. മുകളിലത്തെ നിലയിൽ നിന്ന് ആളുകളെ JCB ഉപയോഗിച്ച് പുറത്തിറക്കുകയായിരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത്, ഈ JCB ഉപയോഗിച്ച് അവിടുന്ന് ആളുകളെ മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞോ? അത്രത്തോളം വെള്ളം ഉയർന്നു കഴിഞ്ഞോ? ആദ്യഘട്ടത്തിൽ തന്നെ ആ ദൃശ്യം ഒന്ന് കാണിക്കുന്നത് നന്നായിരിക്കും സ്മിത. കാരണം അത്രമാത്രം അവസ്ഥ ബോധ്യപ്പെടുത്താൻ ആ ദൃശ്യം നമുക്ക് കാണിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. ആ മഴ ശക്തിപ്പെടുന്നതിൻ്റെ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. വള്ളിയൂർക്കാവിലാണ് ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടായിട്ടുള്ളത്. വള്ളിയൂർക്കാവിൽ ഒരു ഉത്തരേന്ത്യൻ കുടുംബം അകപ്പെട്ടതാണ്. സെയിൻ വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ് ഈ ദൃശ്യം പകർത്തിയത്. അദ്ദേഹം ആണ് ഈ ദൃശ്യം നമുക്ക് പങ്കുവച്ചിട്ടുള്ളത്. അവിടെ ആ വീട്ടിൽ ആദ്യ നിലയിൽ വെള്ളം കയറി. അതിൻ്റെ രണ്ടാം നിലയിൽ മുകൾ തട്ടിൽ നിന്നുമാണ് ഇവരെ പുറത്തേക്ക് എത്തിക്കുന്നത്. JCBയുടെ കൈ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആളുകളെല്ലാം തന്നെ ഈ കുടുംബത്തെ പൂർണ്ണമായും പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വള്ളിയൂർക്കാവ് മേഖലയിൽ കനത്ത രീതിയിൽ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതേ തുടർന്നാണ് ഇങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പുഴ പലയിടത്തും പല ഇടങ്ങളിലും, മാനന്തവാടി പുഴയടക്കം കബനി പുഴയുടെ വിവിധ ഭാഗങ്ങൾ, പനമരം പുഴ ഒക്കെ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത്തരം മാത്രം മഴപ്പെയ്ത്തുണ്ട്. വയനാട്ടിൽ റെഡ് അലേർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാവിലെ ഓറഞ്ച് അലേർട്ട് ആയിരുന്നെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്ഥിതി മാറുകയാണ്. കനത്ത രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഇടവിട്ടാണ് മഴ പെയ്യുന്നത്, ആശ്വാസകരമാണ്. പക്ഷേ ആ പെയ്യുന്ന മഴ വളരെ കനത്ത രീതിയിൽ തന്നെയാണ് പെയ്യുന്നത്. ഈ പേരിയ എന്ന് പറയുന്ന പ്രദേശത്ത് ഉൾപ്പെടെ, ആ പേരിയ, തലപ്പുഴ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ വെള്ളക്കെട്ട് അനുഭവിക്കുന്നുണ്ട് ആളുകൾ. നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും എല്ലാം ചേർന്ന്, വിവിധ സംഘടനകളുടെ, DYFIയുടെ യൂത്ത് ബ്രിഗേഡ് അടക്കമുള്ള സംഘടനയുടെ ഭാരവാഹികളെല്ലാം ചേർന്ന് അവിടെ കൂട്ടായ ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാം ചേർന്ന് ഈ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളെ ഉൾപ്പെടെ അവിടെ നിന്ന് മാറ്റുകയാണ്. അതിനുവേണ്ടി ഈ ചെറിയ തോണി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തന നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം പുഴ, തലപ്പുഴ മേഖലയിലെല്ലാം തന്നെ കരകവിഞ്ഞിട്ടുണ്ട്. കീഴ്ത്തടങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടിലാണ്. മാത്രമല്ല, മുത്തങ്ങയിൽ നിന്ന് വരുന്ന ഒരു വാർത്ത, മുത്തങ്ങയിൽ ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇന്നലെ മുത്തങ്ങ മേഖലയിൽ വെള്ളം വലിയ രീതിയിൽ കയറിയിരുന്നു. പക്ഷേ പിന്നീട് ഈ ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത് വെള്ളക്കെട്ടിനൊപ്പം ഇപ്പോൾ മരം വീഴുന്നതാണ്. അത് വനമേഖലയാണ്. വനമേഖലയിലാണ് ഇങ്ങനെ മരം വീണ് ഗതാഗതം ഭാഗികമായി സ്തംഭിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത്. മരം മുറിച്ചു മാറ്റിയാൽ മാത്രമേ ഇനി ഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാൻ കഴിയൂ. ഇത്തരത്തിൽ മഴപ്പെയ്ത്ത് ദുരിതപ്പെയ്ത്തായി മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പനമരം ചെറുപുഴയുടെ ഭാഗത്താണ്. ഇവിടെ എല്ലാം തന്നെ വീടുകൾ വെള്ളക്കെട്ടിലാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇത്തരത്തിൽ വലിയ ദുരിതപ്പെയ്ത്താണുള്ളത്. ഇതിനിടയിലാണ് ഇങ്ങനെ JCB എല്ലാം ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. സ്മിത. ശരി സുർജിത്ത്, വയനാട്ടിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, മിക്ക വീടുകളിലും വെള്ളം കയറി തുടങ്ങിയ ഒരു അവസ്ഥയുണ്ട്. JCB ഉപയോഗിച്ചുവരെ ഓരോ കുടുംബങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. വയനാട്ടിൽ ഇന്നും ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും ഉണ്ട്.